ഈ മണവാട്ടിപ്പെണ്ണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല. കഷ്ടം, സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലല്ലേ? അവിടെ അടുപ്പിൽ തീ കൊടുത്താറായി. നീ എവിടെയല്ലേ? അച്ചു, അച്ഛൻ എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടി പെണ്ണ്, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കും മോളെ. എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെ. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ. വിഘ്നേശ്വര, ഇന്നാ പൂഞ്ഞിക്കര. കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം. നമസ്കാരം. രാമൻകുട്ടി, ഈ മാല ഒന്ന് എവിടെ മോനെ ഇത്? ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. പിള്ളേരൊരു കാര്യം. താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ? ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറാൻ കുട്ടി ആരാ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താനെന്തിനിങ്ങനെ ചൂടാവണേ? താൻ അവിടെ വെച്ച് എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല 2 പുതിയത് വാങ്ങണം. ഓ, അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണും ഉപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണും ഉപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. എന്നാ ദഹനക്കാരൻ ചെല്ല്. ആരാ? ദഹനക്കാരൻ. അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മാല ഇട്ടിരുന്നെങ്കിൽ എന്റെ അമ്മോ. സവാള സവാള താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ, പണി എടുക്കണോ? കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെ അല്ല, ഈ കുട്ടിയുടെ. കാത്തേനി. ആരാ? മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ ഗോപാലകൃഷ്ണൻ TP. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല, നിർത്തിയതാ. എന്നാ ഞാനും നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാൻ ഇച്ചിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ, പിന്നെ എന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്ന് ലൈനിട്ട് നോക്കിയതാ. ലൈനാ? മുത്തശ്ശനോട് ചൂടാവണ്ട. കൊതുകിനുമില്ലേ ക്രിമിക്കടി. തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശനെ ചീത്തേക്കുന്നേ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ, ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിലാരാ ചേരുവ ചേർത്ത്? ഞാനാ. അതെന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കയ്യത്രോന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് ഇടാൻ പാടില്ലേ? ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ.
സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ അച്ചുവിനെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശ ഉണ്ടാ? കൂടുതൽ ഇളക്കല്ലേ. ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ 2 കാലും അടുപ്പിൽ വെച്ച് കത്തിക്കിട്ടു. അപ്പളെ നീ പഠിക്കുള്ളൂ. എടാ ആ കിണ്ടി എങ്ങനെ തക്കോട് തിരിച്ചു വെക്കുന്ന ലക്ഷണക്കേടാ. ഓ അതല്ലേ. കിണ്ടി തിരിച്ചു വെക്കാൻ പറഞ്ഞ നീ എന്തിനാ തിരിഞ്ഞിരുന്നത്? ആ കിണ്ടിന്നാണല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടത് കുണ്ടിന്ന. സോറി, തെറ്റിദ്ധരിച്ചു. ആ അങ്ങനെ വെക്ക്. കിണ്ടിയുടെ വാൽ തക്കോട്ട് വെക്കുന്ന ഉദയത്തിലേക്ക് മാത്ര. ഈ ചട്ടു എങ്ങനെ തെക്കോട്ട് തിരിച്ചു വെക്കാൻ മുത്തച്ഛ? അറിയാക്കണ്ട. ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ? നല്ല അസല് മിലിറ്ററി സാധന. ഒരെണ്ണം കഴിച്ചാ മതി. പടവലങ്ങി. അയ്യോ ആ പൂഞ്ഞിക്കര കാണണ്ട. ഗ്ലാസിനകത്തിരിപ്പുണ്ട്. സോഡ എടുക്കും. എന്റെ വാപ്പണറ് പോയി. ഓ അയ്യോ കമ്പി സാറ്. അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലത് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി. കിട്ടിയ തക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇത് എവിടുത്തെ മര്യാദയാ? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാതെ ഒഴിക്കട്ടെ അച്ചു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല വല്ലപ്പോഴും. നീ ആ ഗ്ലാസ് എടുക്ക്. സാറിന് കുറച്ച് കൊടുത്താൽ മതി. ഗ്ലാസ് എടുക്കാൻ പോട്ടെ. ഫിറ്റാവില്ലേട്ടാ. തണുപ്പിന് സോഡ കുറവാ. സാറ് കഴിക്കുന്നു കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാരണവന്മാരുടെ ബഹളം. എന്താ ചെയ്യ? അലമാരിയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാം. ഹ, എന്റെ അച്ചു ഒന്ന് മുട്ടിക്കടാ. അയ്യോ. ആ. ഞാനും. ഓ. ഒരുപാട് ആലോചനകൾക്ക് ശേഷം എന്റെ മോക്ക് ഇങ്ങനെ ഒരു ബന്ധം ഒത്തു വന്നത്. അറിയാലോ, സംസാരശേഷി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാതിരിക്കുമായിരുന്നു. എന്റെയും സരസ്വതിയുടെയും പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നമുക്ക് ഈ കല്യാണം ഒരു ഉത്സവം തന്നെ ആക്കണം. Cheers. ഞാൻ ഇവനെന്താ കഴിക്കാത്ത? ഒഴിക്കടാ. ഞാൻ ഒഴിക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല. എനിക്കിതൊക്കെ നിഷിദ്ധ. ഇത് മാത്രമല്ല, പുകവലി, മുറുക്ക്, അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഇല്ല. നാവിന്റെ രുചി പോകാൻ പാടില്ലേ? ഇവൻ നാവിൽ വെച്ച് രുചി പറഞ്ഞാലേ ഏത് കറി എനിക്ക് ബോധിക്കും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ ഞാൻ ഇവനെ കൊണ്ട് തൊടിയിക്കാറേ ഇല്ല. ശരിയാ, തൊടാതിരിക്കുന്ന നല്ലത്. നാവിന്റെ രുചി മാത്രമല്ല, ഇത് നമ്മുടെ കരളിനും ആമാശയത്തിനും ഒക്കെ ദോഷം ചെയ്യും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തിച്ചാട്ടം തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ? അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല. അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ടോ? അതെ 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 അതെ. ദേഹണ്ടക്കാരനോട് ചോദിച്ചില്ല. അങ്ങടാരും പറഞ്ഞൂല്ലേ? ആ കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുംകാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ. കഴിച്ചില്ല ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കിടത്താൻ നീയുടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാറുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. തനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ മോളെ, ഇവൻ നല്ല ചെറുക്കനാ.
ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല നിനക്കെന്ന് സദ്യ കൊണ്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ കല്യാണ ചെക്കൻ സവാരി ഗിരിഗിരി ഹ്, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഛേ മിണ്ടാതിരിടാ. വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല ചെക്കനുണ്ടായിരുന്നു നമുക്ക് അവരെ കാരണന്മാരായിട്ട് സംസാരിക്കായിരുന്നു. അതിപ്പോ അല്ല, ചേട്ടനൊരു മകനുണ്ടല്ലോ, ഉണ്ട്. അവൻ എങ്ങനെ? പിന്നെ അവനും എന്നെ പോലെ തന്നെ നല്ല പൊക്കവും അതിലത്തെ വിദ്യാഭ്യാസവും. അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റുമോ? അതിപ്പോ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. ആഹാ, അപ്പൊ ഭയങ്കര ജോലിയായിരിക്കുമല്ലോ അവനെ പെട്ടെന്നൊന്ന് വരുത്തിക്കുന്നത്. ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ. ഈ പരോള് കിട്ടാൻ പ്രയാസമാ, ജീവപര്യന്തമാണേ. ആരാ? ആ വെറും 2 പേരെ തലക്കടിച്ചു കൊന്നതേ ഉള്ളൂ. അതെ, അതൊക്കെ ശരിയാകുമെന്ന് കല്യാണം കഴിയുമ്പോ ശരിയാവും. നിന്നേ. ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലാന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നു. എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശ് മടൊന്നും മോച്ചിട്ടല്ല, ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ചു നോക്ക്. അല്ല അതിപ്പോ ഞാൻ അതിന് നമ്മൾ കണസാ കുണസ പൈനൊന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. ചെന്ന് സംസാരിക്കേ, ഒന്നുകൂടി ഒഴിക്കട്ടെ. നീ എന്താ വിചാരിച്ചേ? ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണോ? നീ 2 കൂടി ഒഴിക്ക്. ഓ സാർ, അല്ല, ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു, അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോട്ടെ ചോദിക്കേ. അങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്നാരും പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ, എന്താന്ന്? അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? അതങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല. അതിന് തലയിരിക്കലല്ലോ, നിക്കല്ലേ. നിനക്ക് ആടമുണ്ടെങ്കിൽ നീ ആടറപ്പ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ. ആ? അല്ല, പറഞ്ഞിട്ട് വരട്ടെ. തമ്പി സാർ, എന്താടോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട് എന്ന് വെച്ച് എന്റെ ഏട്ടൻ. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം. ഡോക്ടറാ, ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകളുടെ അധികാരത്തെ അമ്മ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള്. തല്ലാരും അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാച്ചിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ? ഞാൻ മിണ്ടിയിട്ട് കൂടി ഇല്ല. പോവാം പോവാം. സാർ, എന്ത്? കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ. പണ്ടാറം കഴുത്തിന്റെ ഇടയിലെ കൈ കുടുങ്ങി. ഹലോ, ഡോക്ടർ ശിവദാസ്. ഏട്ടാ, ഇത് രാമൻകുട്ടിയാ. ഞങ്ങളിവിടെ കല്യാണ വീട്ടിൽ നിന്നാ. ഏട്ടനൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എന്താടാ, മുത്തച്ഛൻ അസുഖം വല്ലതും? ഏട്ടൻ ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്പം സീരിയസാ. നിങ്ങള് വാടാ. ശരി. എന്തേട്ടാ? വാ പറയാം. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണിനോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം നടത്തണ്ടേ?
നീ ഒന്നും പറഞ്ഞില്ല. ശിവ, ഞാൻ മുത്തച്ഛന അസുഖമാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? ആ ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? എന്ത്? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മോളെ ചേച്ചി, മോളെ എക്സ്ക്യൂസ് മീ, മോളെ എല്ലാവരും പുറത്തേക്ക് സർ പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ? ഇയാൾ എപ്പ കയറിയതിനകത്ത്? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡാക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണല്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന. പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കണം. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ. ഇയാള് കല്യാണത്തിന് ഓക്കെന്ന് ഞാൻ പറഞ്ഞിട്ടെ. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ദാ നോക്കിക്കോളൂ, 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാറും അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോളാ? ഭാര്യ ആയിരിക്കും അല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും. ഓ, സദാമാനായി. 10-7 പൊരുത്തവും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ.